السلام عليكم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. ഭൂമിയിൽ മനുഷ്യൻ വന്നതു മുതൽ യാഥാർത്ഥ്യത്തിൻ്റെ പേരിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ട്. ഈ അഭിപ്രായ ഭിന്നതകളുടെ പേരിൽ ഒരുപാട് തറവാടുകളും സമുദായങ്ങളും കുടുംബങ്ങളും പിളർന്നു പോയിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത ചിന്താഗതികൾ വെച്ച് പുലർത്തിയവർ വിവിധ മതങ്ങളെയും സമൂഹങ്ങളെയും സംസ്കാരങ്ങളെയും കെട്ടിപ്പടുക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഓരോ ചിന്താഗതിയുടെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും കോടിക്കണക്കിന് ആളുകൾ വിവിധ കാലങ്ങളിൽ ജീവിതവും സമ്പത്തും സൗകര്യങ്ങളും പരിഗണിച്ചിട്ടുണ്ട്. നിരവധി സന്ദർഭങ്ങളിൽ ഈ വ്യത്യസ്ത ചിന്താഗതികളുടെ സംരക്ഷകന്മാർക്കിടയിൽ കടുത്ത യുദ്ധങ്ങൾ നടക്കുകയും ഒരു വിഭാഗം മറുവിഭാഗത്തെ നശിപ്പിക്കുകയും ശ്രമിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം അതിന് യാഥാർത്ഥ്യത്തിൻ്റെ പേരിലുള്ളവർക്ക് അതിൻ്റെ ഗുണവും അക്രമത്തിൻ്റെ പേരിലുള്ളവർക്ക് അതിൻ്റെ ദോഷവും ഭൂമിയുടെ നിയമമനുസരിച്ച് അല്ലെങ്കിൽ സംവിധാനം അനുസരിച്ച് പ്രതിഫലമോ ശിക്ഷയോ കൊടുക്കാനുള്ള സൗകര്യമില്ല. ഉദാഹരണമായി ഒരാൾ 10 ആളെ കൊല്ലുകയാണെങ്കിൽ ആ മനുഷ്യന് ഒരു പ്രാവശ്യമേ ഭൂമിയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട് കൊല്ലാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ബാക്കി 9 ആളെ കൊന്നതിൻ്റെ ശിക്ഷ അയാൾക്ക് ലഭിക്കുന്നുമില്ല. ഇതിൻ്റെ പേരിൽ ആണ് ഒരു പരലോകത്തിൻ്റെ ആവശ്യം വരുന്നത്. അതായത് മരണശേഷം മനുഷ്യനെ രണ്ടാമതും ജീവിപ്പിക്കുന്നതും കഴിഞ്ഞുപോയ മുഴുവൻ മനുഷ്യരെയും ഒരേ സമയത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതുമൊക്കെ വലിയ പ്രയാസമുള്ള കാര്യങ്ങളാണെന്ന് ജനം വിശ്വസിക്കുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ ഖുദ്റത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കാൻ അവന് ഏതെങ്കിലും വസ്തുക്കളോ കാര്യകാരണങ്ങളോ പരിതസ്ഥിതിയുടെ ആനുകൂല്യമോ ഒന്നും ആവശ്യമില്ല. കേവലം കൽപ്പന കൊണ്ട് തന്നെ അവൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. അവൻ്റെ കൽപ്പനയാണ് എല്ലാ വസ്തുക്കൾക്കും ആസ്തിക്യം നൽകുന്നത്. കാര്യകാരണങ്ങൾ ഉണ്ടാവുന്നതും അവൻ്റെ കൽപ്പന കൊണ്ട് തന്നെ. തൻ്റെ ഉദ്ദേശത്തിന് അനുസരിച്ച് പരിതസ്ഥിതിയെ രൂപപ്പെടുത്തുന്നതും അവൻ്റെ കൽപ്പന തന്നെ. ഇപ്പോൾ നിലവിലുള്ള ഈ ലോകക്രമം അവൻ്റെ കൽപ്പന കൊണ്ട് മാത്രം നിലവിൽ വന്നതാണ്. അതുപോലെ ഒരു പരലോകവും ഒരു കൽപ്പന കൊണ്ട് മാത്രം നിലവിൽ വരുന്നതാണ്. അള്ളാഹു അത് ഉദ്ദേശിക്കുമ്പോൾ അതിനോട് നീ ഉണ്ടാകുക എന്ന് പറയുക, അപ്പോൾ അത് ഉണ്ടാവുകയും ചെയ്യും. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.